കേരളം പിന്നാക്കമാണെന്ന് പ്രഖ്യാപിക്കൂ, അപ്പോൾ സഹായം കിട്ടും. റോഡില്ല, വിദ്യാഭ്യാസമില്ല എന്ന് പറഞ്ഞാൽ തരാം. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. ഈ മന്ത്രിമാരൊക്കെ ഈ കേരളത്തിൽ നിന്നല്ലേ പോയിരിക്കുന്നത്? ഏത് വകുപ്പിലാണ് പിന്നെ കേന്ദ്രമന്ത്രിമാരാക്കിയെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു സംശയമാണ് നമുക്ക്, ജനങ്ങൾക്ക്, ഒരു സാധാരണക്കാർക്ക്. സ്വന്തം നാടിന് വേണ്ട കാര്യങ്ങൾ അത് ചോദിച്ചു വാങ്ങണം. അതല്ലാതെ ഈ രാഷ്ട്രീയം, അതന്നെ പറഞ്ഞു, ഈ രാഷ്ട്രീയക്കാർ മൊത്തം എല്ലാവരും അവരവരുടെ നിലനിൽപ്പിന് രാഷ്ട്രീയം നോക്കി കളിക്കുന്നവരാണ്. അല്ലാതെ ഇവിടുത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ജനങ്ങളുടെ ഇതോ ഒന്നും പഠിക്കാൻ ഇവിടെ ആർക്കും നേരമില്ല, അല്ലെങ്കിൽ അതൊന്നും ചെയ്തു തീർക്കാനൊന്നും ആർക്കും മനസ്സില്ല എന്നുള്ളതാണ് കാര്യം. അങ്ങനെ ഔദാര്യമായിട്ടൊന്നും ആരും തരണ്ട. ഇവിടത്തെ കാര്യങ്ങൾ എന്താണെന്ന് അറിഞ്ഞിട്ട് ചെയ്തു തന്നാൽ മതി. അല്ലാതെ നുണ പറഞ്ഞിട്ട് വേണോ നമുക്ക് ഒരാളുടെ സഹായം കിട്ടാൻ? ഇവിടുത്തെ വിദ്യാഭ്യാസം, ഇവിടുത്തെ സമ്പ്രദായം, കാര്യങ്ങളെല്ലാം എല്ലാവർക്കും അറിയാവുന്നതാണ്. പിന്നെന്തിനു നുണ പറയേണ്ട കാര്യം? അതിനല്ലേ കേന്ദ്രത്തിലോട്ട് ഇവിടുന്ന് കേരളത്തിൽ നിന്ന് മന്ത്രിമാരെ അവിടെ പോയിട്ടുണ്ടെങ്കിൽ കേരളത്തിന് വേണ്ടി ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് മേടിക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്വമാണ്? നമ്മുടെ നാടിന് വേണ്ടിയിട്ടാണെന്നുള്ള കാര്യം ആലോചിക്കണല്ലോ. അപ്പോൾ പറയും ഇവിടെ ഭരിക്കണത് CPM അല്ലേ, പ്രതിപക്ഷത്ത് കോൺഗ്രസ് അല്ലേ, ഞങ്ങൾ BJP അല്ലേ. ജനങ്ങളുടെ കാര്യമൊന്നും ആലോചിക്കുന്നില്ല. എല്ലാ മന്ത്രിസ്ഥാനത്ത് ഇരിക്കും മാത്രം ഇതൊക്കെ അറിയുള്ളൂ. അല്ലാതെ നുണ ഇതൊന്നും ഒരു ഔദാര്യമായിട്ടല്ല തരേണ്ടത്. അതൊക്കെ നിങ്ങൾ നമുക്ക് വേണ്ടി ചെയ്തു തരേണ്ട കാര്യങ്ങളാണ്. ഈ ചൂരൽമല മുണ്ടക്കയം ദുരന്തം ഉണ്ടായിട്ട് 1 രൂപ പോലും തരാത്തവരാണ് നിങ്ങൾ. പിന്നെ അവരുടെ അടുത്ത് പിന്നെ ഇതൊക്കെയല്ലേ പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ.